പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടീം UDF അല്ലെങ്കിൽ ടീം സതീശന്റെ സർക്കാർ ഒരു മാസം തികയുന്ന ദിവസമാണ്. പല കാര്യങ്ങളും ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലോട്ട് ഒന്ന് കണ്ണോടിക്കാം. ആദ്യമായി സർക്കാരിനെ പിടിച്ചുകുലുക്കിയ രണ്ട് വിവാദങ്ങൾ ശ്രീ KB പ്രദീപ് എന്ന ദേവസ്വം സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ അല്ലെങ്കിൽ ദേവസ്വം ലീഡറിന്റെ നിയമനവും അതുയർത്തിയ വിവാദവും തുടർന്ന് ഉണ്ടായ അദ്ദേഹത്തിന്റെ രാജി. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് KPCC പ്രസിഡന്റിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് അദ്ദേഹത്തിന്റെ അളിയനെ നിയമിച്ചതും അതിലുണ്ടായ വിവാദവും തുടർന്നുണ്ടായ രാജിയും. രണ്ട് രാജികൾ ഈ സമയത്തുണ്ടായി. ശ്രീമതി ആര്യ രാജേന്ദ്രൻ കാരണം പുറത്താക്കപ്പെട്ട യദുവിന് കേരള നിയമസഭയിൽ തന്നെ ഒരു താൽക്കാലിക ഡ്രൈവറായിട്ട് ജോലി നൽകിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പോലീസ് തലത്തിലെ ഉന്നത തലത്തിൽ ധാരാളമായിട്ടുള്ള അഴിച്ചുപണികളും IAS തലത്തിലുള്ള അഴിച്ചുപണികളും നടന്നു. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരുന്ന രണ്ട് IAS ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുത്തു. കളക്ടർ ബ്രോ എന്നറിയപ്പെട്ടിരുന്ന ശ്രീ പ്രശാന്തും ശ്രീ അശോകുമാണ്. അവർ രണ്ടുപേരെയും സർവീസിൽ തിരിച്ചെടുത്തു. അങ്ങനെ അവർക്ക് വളരെ പ്രധാനപ്പെട്ട തസ്തികകൾ തന്നെ കൊടുക്കുകയും ചെയ്തു. ഇത് അപ്പോയിന്റ്മെന്റ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് ചെന്നിത്തല ഹീറോ ആവാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ നവകേരള യാത്ര സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ച ആള് നിയമസഭയിലുണ്ട്. ആ ഗൺ മോന്മാർക്കെതിരായിട്ട് ഉള്ള നടപടികൾ കർശനമാക്കിയിട്ടുണ്ട്. അവരെല്ലാം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഊർജാന്മത്തിലാണ് 5 പേരും. മാത്രമല്ല, ഒരു ED റെയ്ഡ് ശ്രീ പിണറായി വിജയന്റെ വീട്ടിൽ നടന്നപ്പോൾ ഉണ്ടായ ആ ഒരു ക്ഷീണം ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരിക്കലും മാറത്തില്ല. കേരള പോലീസിന്റെ ഏറ്റവും കഴിവുകെട്ട ഒരു പ്രകടനത്തിനും ഈ ഒരു മാസം സാക്ഷിയായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. 2 ദിവസത്തിന് മുമ്പ് ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്ത പ്രിയദർശിനി യാത്രാ പദ്ധതി വളരെ ജനപ്രിയമായി. 5 ലക്ഷത്തോളം സ്ത്രീകൾ ഒരു ദിവസം തന്നെ പ്രത്യേക യാത്രക്കാരായിട്ടുണ്ടായി എന്നുള്ളതാണ് അത് ഉണ്ടാക്കിയ ഒരു നേട്ടം. അതിന്റെ ഒരു ഇമ്പാക്റ്റുകളൊക്കെ നമുക്ക് അവലോകനം ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ശബരിമലയിലെ അന്വേഷണത്തെ പറ്റിയിട്ട് UDF ഒന്നാകെ മൗനത്തിലാണ്. അതിനകത്തൊരു സോണിയ ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ് BJPക്കാർ പറയുന്ന ഒരു കുന്നായ്മ. എന്തായാലും ശബരിമല കൊള്ളക്കേസിലെ അന്വേഷണം വളരെ പുറകോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ നമുക്ക് സംശയമൊന്നുമില്ല. അടുത്ത് ശ്രീ വനിതാ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്റ്റൈപ്പൻഡ് നൽകി. ആശാ വർക്കർമാർക്കുള്ള ഓണറേറിയം കൂട്ടി. മറ്റ് വനിതാ പ്രവർത്തകരുണ്ട്, അവർക്ക് ആശാ വർക്കർമാര്, അംഗൻവാടി ടീച്ചർമാര്, പ്രീ പ്രൈമറി ടീച്ചർമാർ, അവരുടെ എല്ലാം ഓണറേറിയത്തിൽ കാര്യമായിട്ടുള്ള വർധനവ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. കൂടുതലായിട്ട് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട്, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വകുപ്പ് രൂപീകരിക്കുകയും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മുൻഗണന നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി ബജറ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ബജറ്റിൽ എന്തൊക്കെയായിരിക്കും പുതിയ പ്രഖ്യാപനങ്ങൾ, അത് തിരുത്തിയ ബജറ്റാണ്. അപ്പോൾ കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിന്റെ ഒരു റിവിഷനാണ് വരാൻ പോകുന്നത്. അതിനകത്ത് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യവും പുതിയ നികുതികൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഇത്തരം കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അധിക നികുതി ബാധ്യതകൾ എവിടെ നിന്ന് കണ്ടെത്തും, അധിക സാമ്പത്തിക ബാധ്യതകൾ ഏതൊക്കെ നികുതികളിൽ നിന്ന് കണ്ടെത്തും എന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം സർക്കാർ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിതിൻ ബാബുവിന്റെ മരണം CBI അന്വേഷണത്തിന് വിട്ടു എന്നുള്ളതാണ്. അത് പോലീസിലെ കൂട്ട സ്ഥലം മാറ്റത്തോടൊപ്പം ശ്രീ വിജയൻ എന്ന് പറയുന്ന ADGP-യെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് മാറ്റി നിയമിച്ചതും ഈ സർക്കാരിന്റെ നയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്.
ചീഫ് സെക്രട്ടറി ശ്രീ ജയതിലകനെയും സർക്കാരിന് മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വിരമിക്കാൻ ഇനി ഏതാനും നാളുകൾ മാത്രം, ഒരാഴ്ച കൂടെ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ വിരമിക്കൽ വരെ കാത്തിരിക്കുന്നത്. വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ കിട്ടിയാലും നമ്മളാരും അതിശയിക്കേണ്ടതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ധവളപത്രം അസംബ്ലിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ള രീതിയിലുള്ള ഒരു ധവളപത്രം ഈ സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, പല പുതിയ അഡ്വൈസർമാരെയും പുതിയ നിയമനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. പുതിയ ചട്ടക്കൂടുകളിലേക്ക് നമ്മൾ സർക്കാർ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ CPM ഭരണത്തിന്റെ ആ ഹാങ് ഓവറിൽ നിന്ന് മാറി ഭരണതലത്തിലെ സെക്രട്ടേറിയറ്റിലൊക്കെ ഒരു നവോന്മേഷം നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു മാസത്തെ റിപ്പോർട്ട് കഴിഞ്ഞു. അടുത്ത ഒരു മാസത്തിനിടയ്ക്ക് സംഭവ ബഹുലമായ കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.